ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് ഗ്രാമർ പഠിച്ചു കഴിഞ്ഞു അല്ലേ. പ്രിപ്പോസിഷൻ പഠിച്ചു, അതുപോലെ ഓക്സിലറി വെർബ്സ് പഠിച്ചു, അതൊക്കെ എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള ഗ്രാമർ എന്ന് പറയുന്നത് കൺജക്ഷൻ വേർഡാണ് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചായി ഗ്രാമർ പഠിപ്പിച്ചിട്ട്, ഇപ്പം നമ്മുടെ ഓരോ വാക്കുകളും അതുപോലെ തന്നെ നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റിംഗ് ഒക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമാതിരി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതൊക്കെ അല്ലേ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് കൺജക്ഷൻ. എന്താണ് ഈ കൺജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിയോജിപ്പിക്കുക എന്നാണല്ലേ. അപ്പോൾ നമുക്കിത് പാർട്ട് 1 പാർട്ട് 2 ആക്കിയിട്ട് അങ്ങനെ ഏതൊക്കെ കൺജക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാം. ഈ ഒരു വീഡിയോ അല്ല, പാർട്ട് 1 പാർട്ട് 2 ആക്കിയിട്ട് നമ്മൾ പ്രിപ്പോസിഷൻ പഠിച്ചതുപോലെ തന്നെ നമ്മൾ കൺജക്ഷൻ വേർഡ്സും പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ കൺജക്ഷൻ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തരത്തിലാണ് നമ്മൾ കൺജക്ഷനെ വേർതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണെന്നറിയാവോ? കോർഡിനേറ്റിംഗ് കൺജക്ഷൻ, അതുപോലെ സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ, കോറിലേറ്റിംഗ് കൺജക്ഷൻ. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് കൺജക്ഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ളതാണ് കോഓർഡിനേറ്റിംഗ് കൺജക്ഷൻ എന്ന് പറയുന്നത്. കോർഡിനേറ്റിംഗ് കൺജക്ഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കൺജക്ഷൻസും നമുക്ക് വ്യക്തമായിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. ഇത് ഗ്രാമർ പഠിക്കാനും പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണക്കാരായ ജനങ്ങളാണ് ഇത് കാണുന്നതെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഗ്രാമറിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാകില്ല. പക്ഷേ അത് ഈ ഗ്രാമർ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പരീക്ഷകൾ എഴുതുന്ന ആളുകളിലേക്കൊക്കെ നിങ്ങൾ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. പഠിച്ചതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല കേട്ടോ. ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഞാനിവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കോർഡിനേറ്റിംഗ് കൺജക്ഷനാണ് പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ബെല്ലൈക്കണും ഓൺ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ മുഴുവനായിട്ടൊന്നുമല്ല ഇന്ന് നമ്മൾ പഠിക്കുന്നത്, ഇന്ന് കോർഡിനേറ്റിംഗ് കൺജക്ഷൻ. അപ്പോൾ ഈ കൺജക്ഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിച്ചോടൊന്നും വേണ്ട കേട്ടോ. സിമ്പിളായിട്ട് നമ്മൾക്ക് അറിയാവുന്ന വേർഡ്സുകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ വേർഡ്സുകൾ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാണോ എന്ന് തോന്നിപ്പോകും. അതായത് ഫസ്റ്റ് പറയാൻ പോകുന്നത് 4 ആണ്. ആൻഡ്, നോറ്, ബട്ട്, ഓറ്, എറ്റ്, സോ. ഇതൊക്കെയാണ് നമ്മൾ കോർഡിനേറ്റിംഗ് കൺജക്ഷൻ എന്ന് പറയുന്നത്. 4 നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ പ്രിപ്പോസിഷൻ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ 4ഉം ഈ 4ഉം കുറഞ്ഞ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലൂടെ പഠിക്കാം. അപ്പോൾ ആൻഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, നോർ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ ബട്ട്, സോ, ഓർ, എറ്റ് ഇതൊക്കെ നമ്മൾ സെൻറ്റൻസുകളിൽ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഇതൊക്കെ നമുക്ക് കൺജക്ഷൻ വേർഡായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ എങ്ങനെയെന്ന് നമുക്ക് പഠിക്കേണ്ടേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ 4 നമുക്കെടുക്കാം. ഈ 4 നമ്മൾ ഓൾറെഡി നമ്മൾ പ്രിപ്പോസിഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. അവിടെ നമ്മൾ പറഞ്ഞ മീനിങ് എന്താണ്? വേണ്ടി എന്നാണല്ലേ. അതുപോലെ ഒരു ടൈമിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് നമ്മൾ പഠിച്ച ചാപ്റ്ററാണ്. അത് നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പോസിഷൻ ഒന്ന് എടുത്തു നോക്കാം. ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ആയതുകൊണ്ട് എന്നാണ്. ആയതുകൊണ്ട്, അതുപോലെ വേണ്ടി എന്ന് പറയാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. ഒരു സെൻറ്റൻസിനെ കൂട്ടി യോജിപ്പിക്കാനാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആയതുകൊണ്ട് എന്ന് പറയുമ്പം നമ്മൾ ബിക്കോസ് അതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു 4 യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് വിശപ്പുള്ളത് കൊണ്ട് ഞാൻ വേഗം ഭക്ഷണം കഴിച്ചു. എനിക്ക് വിശപ്പുള്ളത് കൊണ്ട് ഞാൻ വേഗം ഭക്ഷണം കഴിച്ചു. ഇവിടെ ഉള്ളത് കൊണ്ട്, അതായത് ആയതുകൊണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് 4 യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ബിക്കോസ് യൂസ് ചെയ്യാം, പക്ഷേ അതിന് പകരമായിട്ട് നമുക്ക് 4ഉം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയായിരിക്കും സെൻറ്റൻസ്? ഐ ഏറ്റ് ഫുഡ് കുക്കിലി ഫോർ ഐ വാസ് ഹംഗ്രി. ഐ ഏറ്റ് ഫുഡ് കുക്കിലി, ഞാൻ വേഗം ഭക്ഷണം കഴിച്ചു. ഫോർ ഐ വാസ് ഹംഗ്രി, എനിക്ക് വിശപ്പായത് കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് വിശപ്പുള്ളത് കൊണ്ട്. ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് 4 എന്ന് യൂസ് ചെയ്യാം, ആയത് കൊണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഞാൻ വീട്ടിലായത് കൊണ്ട് എനിക്കവനെ കാണാൻ കഴിഞ്ഞില്ല. ഞാൻ വീട്ടിലായത് കൊണ്ട് എനിക്കവനെ കാണാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് സീ ഹിം ഫോർ
I was at home. I couldn't see him for I was at home. ഇവിടെ I couldn't see him because I was at home എന്ന് പറഞ്ഞതുകൊണ്ടൊരു കുഴപ്പമില്ല. ഇവിടെ നമ്മൾ ആയത് കൊണ്ട് എന്നുള്ളതിന് പകരം നമുക്ക് ബിക്കോസ് യൂസ് ചെയ്യുന്നതിന് പകരം ഫോർ എന്ന് യൂസ് ചെയ്യാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ഫോർ എന്ന യൂസേജ് വേറെ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇങ്ങനെ പറയാം. ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണ്. ഇവിടെ വേണ്ടി എന്നുള്ളൊരർത്ഥത്തിലും നമുക്ക് ഫോർ യൂസ് ചെയ്യാം. അത് നമ്മൾ പ്രിപ്പോസിഷനിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഐ ആം സ്റ്റഡിയിങ് ഫോർ ദ എക്സാം. ഇങ്ങനെയും നമുക്ക് ഫോർ യൂസ് ചെയ്യാം. അപ്പോൾ കഞ്ചക്ഷൻ വേർഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആയത് കൊണ്ട് എന്ന് പറയാനാണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോർ കഞ്ചക്ഷൻ വേർഡിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വേർഡാണ് ആൻഡ് എന്ന് പറയുന്ന കഞ്ചക്ഷൻ വേർഡ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. രണ്ട് സെൻറ്റൻസുകളെ കൂട്ടി യോജിപ്പിക്കാനാണ് പൊതുവായിട്ട് നമ്മൾ കഞ്ചക്ഷൻ വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആൻഡ് എങ്ങനെ യൂസ് ചെയ്യും? ഇപ്പോൾ നമ്മളിങ്ങനെ പറയുകയാണ്, ഞാൻ ബസ് കയറി സീറ്റിലിരുന്നു. ഞാൻ ബസ് കയറി സീറ്റിലിരുന്നു. ബസ് കയറി ഒരു സെൻറ്റൻസാണ്, സീറ്റിലിരുന്നു വേറൊരു സെൻറ്റൻസാണ് അല്ലേ. അതിനെ നമുക്ക് കൂട്ടി യോജിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഐ ബോർഡഡ് ദ ബസ് ആൻഡ് സാറ്റ് ഓൺ ദ സീറ്റ്. I boarded the bus and sat on the seat. ഞാൻ ബസ്സിൽ കയറി സീറ്റിലിരുന്നു. അവിടെ നമ്മൾ രണ്ട് സെൻറ്റൻസിനും കൂട്ടി യോജിപ്പിക്കാനായിട്ട് ആൻഡ് യൂസ് ചെയ്തു. നെക്സ്റ്റ്, അവളും ഞാനും ഒരുമിച്ച് വീട്ടിൽ നിന്നിറങ്ങി. അവളും ഞാനും രണ്ട് പേരല്ലേ. അവിടെ എങ്ങനെ പറയും? ഷീ ആൻഡ് ഐ ലെഫ്റ്റ് ദ ഹൗസ് ടുഗദർ. ഷീ ആൻഡ് ഐ അവളും ഞാനും left the house together. She and I left the house together. അവളും ഞാനും ഒരുമിച്ച് വീട്ടിൽ നിന്നിറങ്ങി. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ആൻഡ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. വേറൊരു സെൻറ്റൻസ് നോക്കൂ. മീരയും അവളുടെ സഹോദരനും എന്നെ കാണാൻ വന്നു. മീരയും അവളുടെ സഹോദരനും എന്നെ കാണാൻ വന്നു. മീര ആൻഡ് ഹർ ബ്രദർ came to meet me. മീര ആൻഡ് ഹെർ ബ്രദർ. പിന്നെ നമ്മളവിടെ മീര എന്ന് യൂസ് ചെയ്യുന്നില്ലല്ലോ. മീര ആൻഡ് ഹെർ ബ്രദർ കെയിം ടു മീറ്റ് മീ. മീരയും അവളുടെ സഹോദരനും എന്നെ കാണാൻ വന്നു. ഇനി ഞാൻ ഭക്ഷണം കഴിച്ചു, കുറച്ച് ഫ്രൂട്ട്സും കഴിച്ചു. ഞാൻ ഭക്ഷണം കഴിച്ച് കുറച്ച് ഫ്രൂട്ട്സും കഴിച്ച്. രണ്ട് സാധനം കഴിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെ പറയും? ഐ എയ്റ്റ് ഫുഡ് ആൻഡ് എയ്റ്റ് സം ഫ്രൂട്ട്സ്. ഐ എയ്റ്റ് ഫുഡ് ഞാൻ ഭക്ഷണം കഴിച്ചു. ആൻഡ് എയ്റ്റ് സം ഫ്രൂട്ട്സ് കുറച്ച് ഫ്രൂട്ട്സും കഴിച്ചു അല്ലേ. ഞാൻ ഭക്ഷണം കഴിച്ചു കുറച്ച് ഫ്രൂട്ട്സും കഴിച്ചു എന്ന് പറയണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഐ എയ്റ്റ് ഫുഡ് ആൻഡ് എയ്റ്റ് സം ഫ്രൂട്ട്സ്. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. ഞാൻ വീട്ടിൽ നിന്നിറങ്ങി ഓട്ടോ വിളിച്ചു. ഞാൻ വീട്ടിൽ നിന്നിറങ്ങി ഓട്ടോ വിളിച്ചു അല്ലേ. രണ്ട് സെൻറ്റൻസ് അല്ലേ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓട്ടോ വിളിച്ചു. ഇത് നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയും. എന്നാൽ ഇംഗ്ലീഷിൽ അതെങ്ങനെ പറയും എന്ന് നോക്കാം. ഐ ലെഫ്റ്റ് ദ ഹൗസ് ആൻഡ് കോൾഡ് ഓട്ടോ. ഐ ലെഫ്റ്റ് ദ ഹൗസ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ആൻഡ് കോൾഡ് ഓട്ടോ. അപ്പോൾ രണ്ട് സെൻറ്റൻസുകൾ എവിടേക്കോ നമ്മൾ മലയാളത്തിൽ പറയുന്നുണ്ടോ അതിനിടയിൽ നമ്മൾ ആൻഡ് എന്ന കഞ്ചക്ഷൻ വേർഡ് യൂസ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കഞ്ചക്ഷൻ വേർഡ് എന്ന് പറയുന്നത് ഫോർ ആണ്. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കഞ്ചക്ഷൻ വേർഡാണ് ആൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കോർഡിനേറ്റിൽ കഞ്ചക്ഷനിൽ ഏറ്റവും നമ്മൾ യൂസ് ചെയ്യുന്ന കഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ആൻഡ്, ബട്ട്, ഓറ്, സോ ഇവയൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന കോർഡിനേറ്റീവ് കഞ്ചക്ഷൻ വേർഡ്സ്. അതിന് പുറമേ ഉള്ളതാണ് നോറ്, അതുപോലെ എറ്റ്, പിന്നെ ഫോർ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ടൈപ്പിൽ നമ്മൾ യൂസ് ചെയ്യുമെന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി പഠിക്കുന്ന മക്കളിലേക്കും അതുപോലെ തന്നെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളും നമ്മളെപ്പോലെയുള്ള വലിയ വലിയ ആളുകളൊക്കെ ഉണ്ടാവല്ലോ, PSCക്ക് എഴുതുന്നവരിലേക്കും ഗ്രാമർ ആവശ്യമുള്ളവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കഞ്ചക്ഷൻ വേർഡ് തുടങ്ങി വെച്ചതേ ഉള്ളൂ. ഒരുപാട് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. ഇതിൻ്റെ 2 പാർട്ട് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.